ഈ കാണുന്ന നാരകച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി കമലാസുരയ്യയാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരം ചെന്നപ്പോൾ പാളയം പള്ളിയിൽ ഞാൻ ചെന്നു. ആ പാളയം പള്ളിയുടെ ആ മരത്തണലിൽ വിശ്രമിക്കുന്ന ലോകം തന്നെ അറിയപ്പെടുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി കമലാസുരയ്യ എന്ന മാധവിക്കുട്ടി ഈ ഒരു നാരകച്ചെടിയുടെ ചുവട്ടിൽ എത്ര സുന്ദരമായിട്ട് അവർ മയങ്ങിക്കിടക്കുന്നുണ്ടെന്നറിയോ. ഞാൻ ആഗ്രഹിച്ചത് ഒരു നീർമാതളത്തിന്റെ ചെടിയായിരിക്കണം ഇവരുടെ കബറിന് മുകളിൽ നടേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഒരു നാരകച്ചെടി, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ ഫലം തരുന്ന ഒരു നാരകച്ചെടി, അതിസുന്ദരമായ മലയാള സാഹിത്യത്തിന്റെ മന്ദമാരുതനേറ്റ് സുന്ദരമായിട്ട് മയങ്ങുന്ന, ഞാൻ പറയുമ്പോൾ വല്ലാതെ ദൈവത്തെ പ്രണയിച്ച, എല്ലാത്തിനോടും സ്നേഹം തോന്നിയ, അതിമനോഹരമായിട്ട് എഴുത്തുകളിലൂടെയും തൻ്റെ കവിതകളിലൂടെയും ലോകം തന്നെ മാറ്റിമറിച്ചൊരു എഴുത്തുകാരി. ഈ ഒരു കാറ്റൊരു പക്ഷേ അവരെ തഴുകുന്ന അവരുടെ തന്നെ ഒരു സാന്നിധ്യമായിരിക്കാം. ഒരു പേരിൻ്റെ ഒരു അടയാളം ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ ഞാനെന്ന് ആഗ്രഹിച്ചു. ഈ പള്ളിത് മാധവിക്കുട്ടിയാണ്, കമലാസുരയാണ്. പക്ഷേ ഒരടയാളങ്ങളുമില്ലാതെ തൻ്റെ എഴുത്തുകൊണ്ട് മലയാള സാഹിത്യത്തിൽ സ്വന്തമായിട്ട് അടയാളങ്ങൾ രചിച്ച ഈ എഴുത്തുകാരൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഈ ഖബർസ്ഥാനിലാണ്. അവിടെ ചെന്നിട്ട് ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നി. ലോകത്ത് എന്തൊക്കെ ഇതിഹാസങ്ങളുണ്ട്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഇതിഹാസം കമലാസുരയ്യ അതിസുന്ദരമായൊരു കാറ്റേറ്റ് ഇവിടെ കഴിയുന്നു.